ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരനെ, നമ്മൾ ഇസ്രായേലും പാലസ്തീനും ഇസ്രായേലും മുസ്ലിമുകളുമായിട്ടുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നമ്മൾ ലോകം യുദ്ധത്തിൻ്റെ ഭീതിയിലാണെന്നും ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ വലിയ യുദ്ധമാണ് വരാനുള്ളതെന്നും ഒക്കെ നമ്മൾ വിവിധ രീതിയിൽ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞു. വാർത്താ ചാനലിൽ കൂടെ, യൂട്യൂബിൽ കൂടെയും മറ്റ് ടെലിവിഷൻ മാധ്യമങ്ങളിൽ കൂടെയെല്ലാം ധാരാളം സംഭവങ്ങൾ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. അത് ധാരാളം ലോകം മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യവും പശ്ചാത്തലവും നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്നാൽ ലോകം ഇപ്പോൾ ഏത് ഡേറ്റിൽ ബൈബിൾ പ്രകാരം അഥവാ ലോകത്തിലെ ഏറ്റവും വലിയ മതഗ്രന്ഥമായ ഹീബ്രു മൂലത്തിൽ എഴുതപ്പെട്ട ഇസ്രായേലിൻ്റെ കയ്യിൽ ഇന്നുമുള്ള പഴയ നിയമഗ്രന്ഥവും പുതിയ നിയമഗ്രന്ഥവും ഉള്ള ആ ബൈബിൾ പ്രകാരം ഏത് കാലഘട്ടത്തിൽ ഏത് ഡേറ്റിൽ ലോകം എത്തി എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാൻ. അത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനമാണ്, 1-ാം തിരുവചനമാണ് പ്രിയപ്പെട്ടവരെ. അത് ഇങ്ങനെ എഴുതുന്നത്: അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. അപ്പോൾ യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് സത്യമാണ്, അത് വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതാണ്. വലിയ യുദ്ധം എന്നാണ് പറയുന്നത്, അല്ലാതെ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലോ രണ്ട് ഭൂഖണ്ഡങ്ങൾ തമ്മിലോ ഉള്ള യുദ്ധമല്ല. ഈ വലിയ യുദ്ധം എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് ലോകം മുഴുവനും രണ്ട് ചേരിയായി പെട്ടെന്ന് മാറുകയും വലിയ ഭീകര യുദ്ധത്തിലേക്ക് ലോകം എടുത്തു ചാടുകയും ചെയ്യുന്ന അതിഭയാനകമായ ലോകാവസാനത്തിലേക്ക് എത്തപ്പെടുന്ന യുദ്ധത്തിൻ്റെ ഒരു സംഭവമാണ്. അത് ഈ യുദ്ധം 2027 തുടങ്ങുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, ആ യുദ്ധത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് യുഗാന്ത്യവും, ആ യുഗാന്ത്യം എന്നത് 2033, പിന്നീട് വരുന്നത് ലോക അവസാനവുമാണ്. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകം ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനമാണ്. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു എന്നാണ് ഒന്നാമത്. അപ്പോൾ ലോകം വലിയ യുദ്ധത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമതായി നമ്മൾ പഠിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്കറിയാം ഇറാനുമായിട്ടാണ് എല്ലാം വലിയ പ്രശ്നങ്ങളായിട്ട് വന്നു നിൽക്കുന്നത്. ഇറാനെ എന്തുകൊണ്ടാണ് ലോകം എത്ര ഭയക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇറാൻ്റെ ഭരണം ഏതെങ്കിലും തീവ്രവാദികളുടെ കയ്യിലെത്തിയാൽ, ഇറാൻ്റെ കയ്യിൽ മറ്റ് ചില രാഷ്ട്രങ്ങൾ രഹസ്യമായി കൊടുത്തിരിക്കുന്ന ആണവ ആയുധങ്ങൾ ഉണ്ട് എന്നും അത് ഇസ്രായേലിന് നേരെ അവരെടുത്ത് ഉപയോഗിക്കുമെന്നും അങ്ങനെ ഇസ്രായേലിന് വലിയ ക്ഷതമോ പരിക്കോ അപകടമോ സംഭവിക്കുമെന്നും ലോകവും ഇസ്രായേൽ ജനവും മറ്റ് ജനങ്ങളും ഭയപ്പെടുന്നുകൊണ്ടാണ്. അതിനെപ്പറ്റി കർത്താവ് പറയുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പേർഷ്യ രാജ്യം, അത് പേർഷ്യ രാജ്യം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനത്തിലാണ്. ഇപ്പോൾ ഞാൻ നിനക്ക് ഒരു സത്യം വെളിപ്പെടുത്തി തരാം. പേർഷ്യയിൽ 3 രാജാക്കന്മാർ കൂടി ഉയർന്നു വരും. 4-മൊരുവൻ അവരെല്ലാവരെയും കാൾ സമ്പന്നരായിരിക്കും. സമ്പത്ത് മൂലം ശക്തനായി തീരുമ്പോൾ അവൻ എല്ലാവരെയും യവന രാജ്യത്തിനെതിരെ ഇളക്കിവിടും. അതായത്, ഇപ്പോൾ ഞാനൊരു സത്യം നിനക്ക് വെളിപ്പെടുത്തി തരാം. ആ വെളിപ്പെടുത്തി തരുന്നത് ഇപ്പോൾ എന്ന് പറയുന്നതാണ് ഈ കാലഘട്ടം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയേൽ പ്രവാചകൻ എടുക്കുമ്പോൾ 2024 മുതൽ ഉള്ള കാലഘട്ടം, 2024 മുതൽ 2034 വരെയുള്ള 10 വർഷ കാലഘട്ടമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട്, പേർഷ്യയിൽ 3 രാജാക്കന്മാർ കൂടി ഉയർന്നു വരും. പേർഷ്യ എന്ന് ഇറാനിൽ 3 രാജാക്കന്മാർ കൂടി ഇനി ഉയർന്നു വരും എന്ന് പറഞ്ഞാൽ, ലോകം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ രാജഭരണം പോലെ ഇറാനിൽ വലിയ രാജാക്കന്മാർ ഉയർന്നു വരും. 4-മൊരുവൻ അവരെല്ലാവരെയും കാൾ സമ്പന്നനായിരിക്കും. സമ്പത്ത് പോലെ ശക്തനായി തീരുമ്പോൾ അവൻ എല്ലാവരെയും യവന രാജ്യത്തിനെതിരെ ഇളക്കിവിടും. അതായത് നമുക്കറിയാം, ഇറാനിന് ധാരാളം സമ്പത്തുണ്ട്. അവൻ സിറിയയ്ക്കും ഈജിപ്തിനും ഒക്കെ ധാരാളം സമ്പത്ത് കൊടുത്തുകൊണ്ട് തീവ്രവാദികളെ വളർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് മനസ്സിലാക്കുക? സമ്പത്ത് പോലെ ശക്തനായി തീരുമ്പോൾ അവരെല്ലാവരും യവന രാജ്യത്തിന് നിൽക്കുകയാണ്. യവൻ രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യം. ഇസ്രായേൽ ജനത്തിനെതിരെ ലെബനോനെ ഇളക്കുന്നു, സിറിയയെ ഇളക്കുന്നു, ഈജിപ്തിനെ ഇറക്കുന്നു, നമുക്കറിയാം ഇറാനെ ഇറക്കുന്നു, ഇറാഖിനെ എങ്ങനെ ഇറക്കുന്നു, മുസ്ലിം രാഷ്ട്രത്തെ ഖത്തർ, ഇതെല്ലാം നമുക്കറിയാം. ഇങ്ങനെ ഓരോ രാഷ്ട്രങ്ങളെ ഈ ഇറാനാണ് ഇളക്കി വിടുന്നത്. എല്ലാം ഇസ്രായേലിനെതിരെയാണ് ഇളക്കി വിടുന്നത്.
പിന്നെ ശക്തനായ ഒരു രാജാവ് വരും, അവൻ വലിയൊരു സാമ്രാജ്യത്തിന് അധീപനാകും, സ്വേച്ഛാനുതം പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം പ്രിയപ്പെട്ടവർ, അതിൻ്റെ അർത്ഥം ഇതാണ്. ഇനി ഇറാനിൽ വലിയ ഒരു രാജഭരണം വരും. അതായത് 2025 മുതൽ 2033 വരെ, അതായത് ഈ വരുന്ന 10 വർഷക്കാലത്തിനുള്ളിൽ ഇറാനെ ഭരിക്കാൻ ഒരു ശക്തമായ രാജഭരണം പോലെ ഭരിക്കാൻ, രാജാവായിട്ട് ഭരിക്കുന്ന ഒരു വ്യക്തി ഇറാനിൽ ഇനി ഉയർന്നു വരും. ആ വരുന്നവൻ ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ മൊത്തം ഒരു അധികാരം ഏറ്റെടുത്ത് രാജാവിനെ പോലെ മുസ്ലിം രാഷ്ട്രത്തെ മൊത്തമായിട്ട് ഭരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അവൻ ഉച്ചകോടിയിലെത്തുമ്പോൾ അവൻ വലിയൊരു സാമ്രാജ്യത്തിന് അധീപനാകും എന്ന് പറഞ്ഞാൽ ഈ രാജാവിൻ്റെ ഭരണം, അതായത് ഇറാനിൽ ഇനി വരാൻ പോകുന്ന വലിയ രാജഭരണത്തിൻ്റെ കീഴിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ മൊത്തമായിട്ട് വരികയും അതോട് ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് വേണ്ടി, കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി ഈ ചൈനയും റഷ്യയും മറ്റ് ഉത്തര കൊറിയ പോലെ രാഷ്ട്രങ്ങളെ കൂടി അവൻ്റെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനാകും. സ്വേച്ഛാനുതം പ്രവർത്തിക്കുകയും ചെയ്യും. അവന് സ്വന്തം ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കും. അവനെ നയിക്കാനോ നിയന്ത്രിക്കാനോ ആരും ഉണ്ടാകില്ല. അവൻ ഉച്ചകോടിയിലെത്തുമ്പോൾ അവൻ്റെ സാമ്രാജ്യം തകർന്ന് ആകാശത്തിൻ്റെ 4 കാറ്റുകളിൽ ലയിക്കും. അത് അവൻ്റെ സന്തതികൾക്ക് ലഭിക്കുകയില്ല. അവൻ്റെ പ്രാബല്യം പിൻഗാമികൾക്ക് ഉണ്ടാകുകയില്ല. അവൻ്റെ സാമ്രാജ്യം പിഴുതെടുത്ത് അന്യർക്ക് നൽകപ്പെടും. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് പ്രബലനാകും, എന്നാൽ അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുവൻ അവനേക്കാൾ ശക്തനാകും. അത് അവിടെ സംഭവിക്കുന്ന ആ 10 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആ സംഭവം വന്നിട്ട് എങ്ങോട്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് വലിയ യുദ്ധത്തിലേക്കാണ് വരുന്നത്. വലിയ യുദ്ധത്തിലേക്ക് മുസ്ലിം രാഷ്ട്രങ്ങൾ, ഈ ദക്ഷിണാഫ്രിക്കയിലെ കുറേ രാഷ്ട്രങ്ങൾ, ഇപ്പോൾ UAE എന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ, ഏഷ്യൻ രാഷ്ട്രങ്ങളായ തുർക്കി, ഇറാന്, ഈ രാഷ്ട്രങ്ങൾ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ചൈന, റഷ്യ, ആ പ്രദേശങ്ങളെല്ലാം കൂടി ഇസ്രായേലിനെതിരെ വലിയ യുദ്ധത്തിനായിട്ട് വരും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യും, ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും. അതാണ് ദാനിയേൽ പറയുന്ന 11:10 എഴുതിയിരിക്കുന്നത്. അങ്ങനെ പേർഷ്യ രാജ്യത്തിൽ വരുന്ന, ഇറാൻ്റെ രാജ്യത്തിൽ വരുന്ന ആ വലിയ രാജാവ്, അവൻ മറ്റുള്ള ഈ രാഷ്ട്രങ്ങളിലെ എല്ലാ ജനങ്ങളെയും കൂടെ, ഈ പട്ടാളത്തെയും കൂടെ ഒത്തുകൂടിച്ചുകൊണ്ട് അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യും, ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്. ഈ പേർഷ്യയിലേക്ക് വരാനിരിക്കുന്ന ഒരു രാജാവ് ഒരു മഹാസൈന്യത്തെ ശേഖരിക്കും എന്ന് പറഞ്ഞാൽ, റഷ്യയെ കൂട്ടം നിർത്തി ആ സൈന്യത്തെ ശേഖരിക്കും, ചൈനയെ കൂട്ടുനിർത്തി ഇങ്ങോട്ട് ശേഖരിക്കും, ഉത്തര കൊറിയയെ കൂട്ടുനിർത്തി ഇങ്ങോട്ട് ശേഖരിക്കും, പാകിസ്ഥാനെ കൂട്ടുനിർത്തി ഇങ്ങോട്ട് ശേഖരിക്കും, UAE രാഷ്ട്രങ്ങളെ മുഴുവനും കൂട്ടിച്ചേർത്ത് ഇങ്ങോട്ട് ശേഖരിക്കും. അങ്ങനെ അതെല്ലാം കൂടെ കൂടുന്ന ഒരു വലിയ ഭീമാകാരമായ ഒരു പട്ടാള വ്യൂഹം, ശേഖരിക്കപ്പെട്ട എല്ലാവരും കൂടി എങ്ങോട്ട് വരും? അവൻ്റെ പുത്രന്മാർ യുദ്ധം ചെയ്യും, ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും. അവർ ഇരച്ചു കയറും. ദാനിയേൽ പ്രവചനം നമുക്കറിയാം. ദാനിയേൽ പ്രവചനം 10:10 അതിൻ്റെ അടുത്ത സെൻറ്റൻസിലാണ് പറയുന്നത്, അവർ ഇരച്ചു കയറും. അങ്ങനെ വീണ്ടും അവൻ്റെ കോട്ടയുടെ അടുത്ത് വരെ യുദ്ധമെത്തും. അങ്ങനെ കോട്ട എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇസ്രായേലിൻ്റെ കോട്ടയാണ്. ഇസ്രായേലിന് ചുറ്റും സൈനിക വ്യൂഹവും പട്ടാള വ്യൂഹവും മിസൈൽ സംവിധാനങ്ങളും യുദ്ധ ടാങ്കുകളും നിരത്തി ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ സർവശക്തനായ ദൈവം കോട്ട കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു ശക്തിക്കും കയറാൻ പറ്റാത്ത വിധം അങ്ങനെ കോട്ടയുടെ അടുത്ത് വരുത്തും. അപ്പോൾ ദക്ഷിണത്തെ രാജാവ് കോപം കൊണ്ട് പുറപ്പെട്ട ഈ രാജാവുമായി ഏറ്റുമുട്ടും. അത് ഇനി വരാനിരിക്കുന്നത് ദക്ഷിണത്തെ രാജാവ് എന്ന് പറയുന്നത്, ദക്ഷിണദേശം എന്ന് പറയുന്നതാണ് അമേരിക്ക, ഇസ്രായേൽ. അപ്പം അവർക്ക് ഭയങ്കര കോപം പൂണ്ട് ഈ എതിരെ വരുന്ന ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ആ രാജാക്കളുമായിട്ട് ഏറ്റുമുട്ടും. അങ്ങനെ ആ ഏറ്റുമുട്ടൽ സംഭവിക്കുന്നത് 2027 മുതൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അത് വലിയ യുദ്ധമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലുള്ളൊരു യുദ്ധമല്ല പ്രിയപ്പെട്ടവരെ. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും അത് ബാധിക്കും. ആദ്യമായിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 2027 പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആദ്യമായിട്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ സംഭവിക്കുന്നത് പെട്രോൾ, ഡീസൽ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകും പ്രിയപ്പെട്ടവരെ. അപ്പോൾ രണ്ടാമത് സംഭവിക്കുന്നത് വാഹന ഗതാഗതം നിന്നാൽ ഈ ലോകം നിശ്ചലമാകും.
ചലനമില്ലാത്ത ലോകമായിട്ട് സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, എല്ലാ കെട്ടിടങ്ങളും ജനവാസമില്ലാത്ത രീതിയിലേക്ക് വരും. കാരണം വാഹനം വന്നെങ്കിലേ ദൂരദേശത്തേക്ക് മനുഷ്യരെത്താൻ പറ്റുള്ളൂ. ട്രെയിൻ ഗതാഗതങ്ങൾ നിന്നുപോകും. അപ്പോൾ രണ്ടാമത് സംഭവിക്കുന്നുണ്ട്, ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഞാൻ പലപ്പോഴായിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങൾ വലിയ വാർക്ക വീടുകളുണ്ടാക്കി അതിൻ്റെ പുറകെ പോകരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ 2 നിലയും 3 നിലയും വെച്ചുകൊണ്ട് പോകരുത് പ്രിയ ക്രിസ്ത്യാനികളെ. ഞാൻ നിങ്ങളുടെ എളിയ രൂപത്തിൽ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ 2 നിലയുടെ 3 നിലയുടെ മുകളിൽ AC റൂമിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ പട്ടിണി കിടന്ന് അതിനകത്ത് കിടന്ന് മരിക്കും നിങ്ങൾ പ്രിയപ്പെട്ടവരെ. പട്ടിണി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ദാരിദ്ര്യം, ക്ഷാമം എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്താണ് ദാരിദ്ര്യം? അല്പാൽപമായിട്ട് ചില കാര്യങ്ങൾ കിട്ടും. ക്ഷാമം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് സമയത്ത് ആഹാരം കിട്ടും, കുറച്ച് സമയത്ത് ആഹാരം കിട്ടിയില്ല, ക്ഷാമമുണ്ട്. എന്നാൽ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ തപ്പി കണ്ടുപിടിക്കാൻ കുറച്ച് ആഹാരമൊക്കെ കിട്ടും. എന്നാൽ അതിനെയാണ് ദാരിദ്ര്യമെന്ന്, ക്ഷാമം എന്ന് പറയുന്നത്. എന്നാൽ പട്ടിണി എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം പ്രിയപ്പെട്ടവരെ. പട്ട് അണിയിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഒരു പാരമ്പര്യമാണ് കുറച്ച് പട്ട് കൊണ്ടുവന്നിട്ട് അവൻ്റെ ശവശരീരത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വിരിച്ചുവിടും. അപ്പോൾ പട്ട് അണിയിക്കുന്നതാണ്. അതുപോലെ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ മേൽ പട്ട് അണിയിക്കുന്നതിനെയാണ് പട്ട് അണിയിക്കുക, പട്ട് അണിയിച്ചു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കണം, പട്ടിണി എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ, ജോയൽ പ്രായൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനത്തിൽ, ഭക്ഷണം നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് സർവശക്തനായ ദൈവം പഴയ നിയമ ഗ്രന്ഥത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ചിലരെന്നോട് പറയാറുണ്ട്, ഈ പഴയ നിയമ ഗ്രന്ഥം നമുക്കിപ്പോൾ വായിക്കാൻ കൊള്ളുന്നതല്ല, അതിനേക്കാൾ അതിനപ്പുറത്തേക്കായിട്ട് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനെപ്പറ്റി ചിന്തിപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ വചനത്തിൻ്റെ കാലഘട്ടം എവിടെയെന്ന് അറിയണമെങ്കിൽ അത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിലേക്ക് വരണം. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൻ്റെ നാശമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ പറയുന്നത് മത്തായി 24:3 പറയുന്നത് വേദനകളുടെ ആരംഭമെന്നാണ്. അത് പറഞ്ഞിട്ട് ഈശോ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 24:15 തിരുവചനത്തിൽ കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ. യൂദായിലുള്ളവൻ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പുരമുകളിലായിരിക്കുന്ന വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ താഴേക്ക് ഇറങ്ങാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് 45 മത്തായിയുടെ സുവിശേഷം ഇങ്ങോട്ട് പറയുന്നാൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം മുഴുവനും 51-ാമത്തെ തിരുവചനം വരെ ഇന്ന് ലോകം എത്തപ്പെട്ടിരിക്കുന്ന ആ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, എല്ലാം റെഡിയാണ് ലോകത്ത് യുദ്ധത്തിന്. ആണവ മിസൈലുകൾ ഓരോ രാഷ്ട്രങ്ങളുടെ മേലും തിരിച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റുകൾ കാലഘട്ടങ്ങളിലേക്ക് എത്തിപ്പെട്ടു കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ലേഖനഭാവം ഭാഗം വരുന്നുണ്ട്. അപ്പോൾ സുവിശേഷത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് യേശു ക്രിസ്തു പറഞ്ഞ വചനത്തെ മാത്രം ആധാരമാക്കി നമ്മൾ നിൽക്കാതെ കുറച്ചുകൂടി അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് നമുക്കറിയാം, അപ്പസ്തോലന്മാർ ലോകത്ത് സുവിശേഷം പ്രഘോഷിച്ചതിന് ശേഷം അപ്പസ്തോലന്മാർ ആ ലോകത്ത് സുവിശേഷം പ്രഘോഷിക്കുന്ന കൂട്ടത്തിൽ തന്നെ ലേഖന പരമ്പരയിൽ നമുക്കറിയാം, വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം, അതിൻ്റെ 1 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനം ഇങ്ങനെയാണ്: സമാധാനവും ഭദ്രതയും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. പെട്ടെന്ന്, എന്താണ് പെട്ടെന്ന് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല. നാശം അവരുടെ മേൽ നിധിക്കും, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടം എത്താൻ വേണ്ടി ഏകദേശം അതിനടുത്ത് 2027 എത്താൻ, ഈ പെട്ടെന്ന് നാശം അവരുടെ മേലെത്താൻ ഇനി 2.5 വർഷങ്ങൾ കൂടി അവശേഷിക്കുന്ന കാലഘട്ടത്തിലേക്ക് ലോകം എത്തപ്പെട്ടു. അത് വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, വെളിപാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിലേക്ക് നമ്മൾ വരണം. കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി, ആ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ അവന് ഒരു വിജയ കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. 1-ാമത്തെ മുദ്ര തുറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ 1-ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് പറഞ്ഞ ജീവി എന്നോട്, അപ്പോൾ തീക്കല്ലിൻ്റെ നിറമുള്ള മറ്റൊരു
കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറും ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരിക്കുന്നവന് അധികാരം നൽകപ്പെട്ടു. അവനൊരു വലിയ ഖഡ്ഗവും കൊടുത്തു. ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള്. അന്ന് വാളാണെങ്കിൽ ഇന്ന് വലിയ ആണവ മിസൈലുകൾ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഭൂമിയിൽ നിന്ന് മനുഷ്യന് സമാധാനം എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. 2027 കാലഘട്ടമാകുമ്പോൾ ഈ കാലഘട്ടത്തെ ഭൂമിയിൽ ഈ മനുഷ്യ സമാധാനത്തോടൊരു ജീവിതം, അതായത് സാധാരണ ജീവിതം ലോകത്ത് ഇല്ലാതെയാകും. അതായത് രാവിലെ എല്ലാ രാജ്യത്തും ജനങ്ങൾ രാവിലെ ഉണരുന്നു, സ്കൂൾ കോളേജുകൾ തുറക്കുന്നു, വാഹനങ്ങൾ ഓടുന്നു, ആശുപത്രികൾ പ്രവർത്തിക്കുന്നു, വ്യവസായ സ്ഥാപനങ്ങൾ, ഒരു സാധാരണ ജീവിതം, ഒരു നോർമൽ ജീവിതം. അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏകദേശം പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 2018 മുമ്പ് കൊറോണ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിന് എത്രയോ കലുഷിതമാണ് ഇന്നത്തെ ലോകം. അതിനുശേഷം നമുക്കറിയാം ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷമുള്ള ഈ 2021, 22, 23, 24 കാലഘട്ടങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിനൊരു നോർമൽ സ്റ്റേജ് എന്ന് നമുക്ക് പറയാം, ഒരു സാധാരണ ലോകം എന്ന് പറയാം. എന്നാൽ ഈ 2027 വരുമ്പോൾ ഒന്നാമത്തെ മുദ്ര പൊട്ടുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറഞ്ഞ് കേട്ടു. അപ്പോൾ തീക്കല്ലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ആ തീക്കനലിൻ്റെ നിറമുള്ള കുതിര എന്ന് പറയുന്നത് മിസൈലിനെയാണ് പറയുന്നത്, അല്ലാതെ കുതിരയല്ല പ്രിയപ്പെട്ടവരെ. അത് തീക്കനൽ നിറം എന്ന് പറഞ്ഞാൽ തീയെ വന്ന് വീഴുന്നത് തീയാണ്. അപ്പോൾ എന്താണത്? ആണവ യുദ്ധത്തോടുകൂടി ലോകയുദ്ധം ആരംഭിക്കുമെന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒന്നാമത്തെ മുദ്ര എന്ന് പറയുന്നത്, ലോകത്ത് ഇന്ന് വരെ ആകപ്പാടെ 2 ആണവ ആയുധങ്ങളെ പൊട്ടിയിട്ടുള്ളൂ, ഹിരോഷിമയിലും നാഗസാക്കിയിലും. എന്നാൽ ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് ഒരു മുദ്ര പൊട്ടുന്നത് പോലെ, ഒരു മുദ്ര പൊട്ടിയാൽ ആ മുദ്രയിൽ നിന്നും പുറത്തു വരുന്ന എല്ലാ വസ്തുക്കളും നമ്മൾ പുറത്തെടുക്കുന്നത് പോലെ ലോകത്തിൻ്റെ സാധാരണ ജീവിതമാകുന്ന അവസ്ഥ എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകുകയും ലോകത്തു നിന്ന് സമാധാനവും സന്തോഷവും എടുത്തു മാറ്റപ്പെട്ടുകൊണ്ട് പരസ്പരം മനുഷ്യൻ കൊല്ലുന്ന രീതി എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹിന്ദുക്കൾ മുസ്ലിങ്ങളുമായിട്ടും, മുസ്ലിങ്ങൾ ഹിന്ദുക്കളുമായിട്ടും, യഹൂദന്മാർ ക്രിസ്ത്യാനികളുമായിട്ടും, ക്രിസ്ത്യാനികൾ യഹൂദന്മാരുമായിട്ടും, യഹൂദന്മാരല്ലെങ്കിൽ മുസ്ലിങ്ങളുമായിട്ടും, യഹൂദന്മാർ മുസ്ലിങ്ങളുമായിട്ടും, അതുപോലെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ലുമ്പോൾ ക്രിസ്ത്യാനികൾ ചിലപ്പോൾ കൊല്ലേണ്ടി വരില്ല, അങ്ങനെ ഓടി രക്ഷപ്പെട്ടേക്കാം. അല്ലെങ്കിൽ അങ്ങനെ ലോകത്തിലെ എല്ലാ ജാതിയോടും ജനത്തോടും ഉള്ള സമാധാനം 2027 തകർക്കപ്പെടും, നശിക്കും. അത് പിന്നെ ഭീകരയുദ്ധത്തിൽ വീണ്ടും മുന്നോട്ട് പോകും. ഭൂമിയിൽ മനുഷ്യൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ഭയാനകമായ ദയനീയമായ അവസ്ഥ. വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, ഭവനമില്ലാതെ, വാഹനമില്ലാതെ, ആഹാരമില്ലാതെ, ആശുപത്രിയില്ലാതെ, പ്രിയപ്പെട്ടവരെ, ലോകത്തെ മനുഷ്യൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ഭയാനകവും വേദനാജനകവുമായ, ഏറ്റവും കഷ്ടതയും ദുഃഖവും ദുരിതം നിറഞ്ഞ ആ കാലഘട്ടത്തിൽ ഈ ലോകമെത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ലോകം ഏത് കാലത്തിലെത്തി. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞതും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയതും തെസ്സലോനിക്കർക്ക് എഴുതിയതും വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതിയതുമായ എല്ലാ കാലവും ഡേറ്റുകളും ഇപ്പോൾ എത്തപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ പ്രിയ സഹോദരരെ, നമുക്ക് ഒരുങ്ങാനുള്ള സമയമാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ, ഇതാ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്കാർക്ക് ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ, ഇതാ നിങ്ങളുടെ വിമോചനം അടുത്തെത്തിയിരിക്കുന്നു. എന്താണ് വിമോചനം പ്രിയപ്പെട്ട? ഈ ഭൂമിയിലെ ജീവിതം നരകതുല്യമാണ് പ്രിയ സഹോദരങ്ങളെ. ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ചലഞ്ചായിട്ട് മാറിയിരിക്കുകയാണ്. എൻ്റെ ആത്മാവിനെ, എൻ്റെ മനസ്സിനെ ഒന്ന് കാത്തു സൂക്ഷിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രിയപ്പെട്ടവരെ. എങ്ങോട്ട് നോക്കിയാലും പാപവും തിന്മയും വലിയ ഉൾപ്രേരണകളാണ്. തിന്മ ചെയ്യാൻ പ്രലോഭനങ്ങളാണ് ഇന്നത്തെ ലോകത്ത്. അത് ജോലി സ്ഥലത്താണെങ്കിൽ, വിവാഹ സ്ഥലത്തിലാണെങ്കിൽ, വൈദികരും മെത്രാന്മാരും തമ്മിലാണെങ്കിൽ, ഇടവകയിൽ വൈദികരും തമ്മിലാണെങ്കിലും, വചന പ്രവേശം തമ്മിലാണെങ്കിലും, രാഷ്ട്രങ്ങളും തമ്മിലാണെങ്കിലും, വ്യവസായം തമ്മിലാണെങ്കിലും, വലിയ പ്രലോഭനങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന പൈശാചിക തന്ത്രങ്ങളിലാണ് ഇന്ന് ലോകം എത്തപ്പെട്ടിരിക്കുന്നത്. പിശാചിൻ്റെ കെണിയാണ് ഇന്ന് ലോകത്ത് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതിനാൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് നിങ്ങളെ ശിരസ് ഉയർത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം പ്രിയപ്പെട്ടവരെ? നമ്മൾ കീഴോട്ട് കുനിഞ്ഞ് ഈ ലോകത്തിലേക്ക് നോക്കണമെന്നല്ല അതിനർത്ഥം. നമ്മൾ മുകളിലേക്ക് നോക്കി കർത്താവായ യേശുവേ എന്ന് വിളിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, യേശുവേ എൻ്റെ ശരീരത്തെ കാത്തുള്ളമേ, എൻ്റെ മനസ്സിനെ ആത്മാവിനെ ഞാൻ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, ഈ ലോകത്തിലെ ഒരു അശുദ്ധിയിലേക്കും എൻ്റെ മനസ്സിനെ ശരീരത്തെ വിടരുതേ ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം, പാമ്പിനെ പോലെ ശ്രദ്ധാപൂർവം
വളരെ ശ്രദ്ധാപൂർവം, വളരെ വളരെ ശ്രദ്ധാപൂർവം ഒരു വാഹനം ഓടിച്ച് ഒരു റോട്ടിൽ കൂടെ പോകുന്ന വ്യക്തി അതിൻ്റെ ഒരു കവല, ഒരു നാൽക്കവലയിൽ എത്തപ്പെട്ടാൽ എന്തുമാത്രം ശ്രദ്ധയുണ്ടാവും. എതിരെ വരുന്ന വാഹനങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ടാണ് ആ വാഹനങ്ങളുടെ ഓരോ ചലനത്തെയും ആ ഡ്രൈവർ ശ്രദ്ധിച്ചുകൊണ്ടാണ് തൻ്റെ വാഹനം മുന്നോട്ട് ഓടിക്കുന്നത് പോലെ നമ്മൾ വീട്ടിലാണേലും റോട്ടിലാണേലും നാട്ടിലാണേലും ജോലി സ്ഥലത്തായാലും വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് നഷ്ടമാകുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഇതാ 2024 പ്ലസ് 10 2034 ലോകം അവസാനിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. 2030 യുഗാന്ത്യമാണ് പ്രിയ സഹോദരങ്ങളെ. നമ്മൾ വീണ്ടും വീണ്ടും ഇതിനെപ്പറ്റി കേൾക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. യേശുവിനെ സ്വന്തമാക്കാൻ, നിത്യജീവനിലേക്ക് മനുഷ്യനെ എടുത്തു മാറ്റുന്ന പ്രപഞ്ചത്തിൻ്റെ നാശവും സ്വർഗത്തിൻ്റെ പുനഃസൃഷ്ടിയും സംഭവിക്കുന്ന ആ കാലഘട്ടം അടുത്തെത്തി കഴിയുമ്പോൾ നമ്മൾ വിശ്വസിക്കും യേശുവില്ല, ദൈവമില്ല, സ്വർഗമില്ല, നിത്യജീവനില്ല, മരിച്ചവരുടെ ഉയർപ്പില്ല എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ കർത്താവ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും നമ്മളെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ കർത്താവിൻ്റെ വിശുദ്ധിയില്ലാത്തവരെ അവർക്ക് ദൈവം നിഷേധിക്കും, യേശു തള്ളിക്കളയും. ആ തള്ളിക്കളയുടെ വേദന മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ്, ചിന്തിക്കാൻ പറ്റാത്തതാണ്. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായിട്ട് നമുക്കൊരുങ്ങാം. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന, ലഭ്യമായിരിക്കുന്ന യേശുവിൻ്റെ വിശുദ്ധിക്ക് വേണ്ടിയും യേശുവിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടിയും നമുക്ക് ലഭ്യമായിരിക്കുന്ന സഭയെയും കുമ്പസാരത്തെയും കുർബാനയും ധ്യാനത്തെയും ഒക്കെ നമ്മൾ ഇപ്പോൾ എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമോ അത്രമാത്രം ഉപയോഗിച്ചുകൊണ്ട് എത്ര ധ്യാനം കൂടാമോ, എത്ര കുമ്പസാരിക്കാമോ, എത്ര വിശുദ്ധി പ്രാപിക്കാമോ, എത്ര ഈ ലോകത്തിലെ ജഡമോഹത്ത് മാറി നിൽക്കാമോ അതെല്ലാം മാറി നിന്നുകൊണ്ട് കർത്താവായ യേശുവിനോട് ചേർന്ന് നിൽക്കേണ്ട നിമിഷങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ് നമ്മൾ. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ശ്രമിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും സർവശക്തനായ ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ കാലഘട്ടത്തെ, ഏത് കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ ആരാധിക്കാം. യേശുവെ, ഈ വചനം ശ്രമിക്കുന്ന ഓരോ മക്കളെയും സർവശക്തനായ ഈശോ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും എന്ന് പ്രാർത്ഥിച്ചു. ആമേൻ.